PV അൻവറിന്റെ UDF പ്രവേശന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ അൻവറിനെ വിമർശിച്ച ഒരാൾ രംഗത്തെത്തി. കോൺഗ്രസിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്ത്. അൻവർ UDFിൽ ചേരുമെന്നത് അദ്ദേഹത്തിന്റെ വെർഷൻ മാത്രമാണ് എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് റിപ്പോർട്ടിനോട് പറഞ്ഞത്. നിലപാട് പറയേണ്ടത് UDF നേതൃത്വമാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനം എന്തായാലും അംഗീകരിക്കും. ധൃതി പിടിച്ച് തീരുമാനമെടുക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്നുകൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്. UDFിനൊപ്പം സഹകരിക്കാമെന്ന് അദ്ദേഹം പരസ്യമായി പറയുന്നത് അതിന് സ്വീകരിക്കുന്നുണ്ടോ ആര്യാടൻ ഷൗക്കത്ത്? അത് ഞാനല്ല സ്വീകരിക്കേണ്ടത്, അതിൻ്റെ നേതാക്കന്മാരാണ്. അതിൽ കൃത്യമായ അഭിപ്രായം പറയേണ്ടത് പാർട്ടിയാണെങ്കിലും UDF ആണെങ്കിലും അത് ചർച്ച ചെയ്തെടുക്കേണ്ട തീരുമാനമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഈ നിലമ്പൂരിലെ ആദിവാസി സമൂഹവും ഇവിടുത്തെ കർഷകരും അനുഭവിക്കുന്ന ദുരിതവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 9 വർഷക്കാലമായി നടന്നു വരുന്ന പ്രക്ഷോഭങ്ങളിലും സമരങ്ങളും നടത്തിയിട്ടും കോടതിയിൽ പോയിട്ടും ഇതിനൊരു പരിഹാരം കാണുന്ന കാര്യത്തിൽ അന്ന് അതിൻ്റെ മുൻപിൽ നിൽക്കാൻ അൻവർ ഉണ്ടായിരുന്നില്ല. അൻവർ അല്പം വൈകിപ്പോയി. എങ്കിലും ആര് വന്നാലും ഇത്തരം സമരങ്ങളുടെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ട് ആര് വന്നാലും അത് നല്ലതായിരിക്കും. അതിൽ സംശയം. ഈ അൻവറിൻ്റെ വരവ് UDFിന് ഗുണം ചെയ്യുമോ പ്രത്യേകിച്ച് നിലമ്പൂരിൽ? അല്ല, ഈ UDFിൻ്റെ ഗുണം ചെയ്യലും സംഭവം അല്ലല്ലോ പ്രശ്നം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച കാര്യം ജനകീയ പ്രക്ഷോഭം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് കഴിഞ്ഞ 9 വർഷമായി നടത്തി വരുന്ന പ്രക്ഷോഭമാണ്. ഈ പ്രക്ഷോഭത്തിനെ ഇതുവരെ മുഖം തിരിഞ്ഞു നിന്നവരാണ് ബാക്കിയുള്ളവരൊക്കെ. ശരി, ഏതായാലും ആര്യാടൻ ഷൗക്കത്ത് തന്റെ എതിർപ്പ് കൃത്യമായി തന്നെ പറയുന്നു. സിനോജ് തോമസിന്റെ വിശദാംശങ്ങളുമായി. സിനോജ്, സ്വാഭാവികമായും അൻവർ UDFിലേക്ക് എത്തുകയാണെങ്കിൽ നിലമ്പൂർ സീറ്റ് അൻവറിന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ ഈ പ്രതികരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതുമാണ്. വിനീത, തീർച്ചയായിട്ടും. കാരണം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ PV അൻവറിനോടുള്ള നിലപാട് മയപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് മലപ്പുറത്ത് നിന്നുള്ള പ്രത്യേകിച്ച് നിലമ്പൂരിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ഷൗക്കത്ത് ഒരു വിമർശനവുമായി രംഗത്ത് വരുന്നത്. അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം അൻവറിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ആദ്യം DMK രൂപീകരിച്ചു, പിന്നീട് TMCയിലേക്ക് പോകുമെന്ന് പറഞ്ഞു, ഇപ്പോൾ UDFിന്റെ ഭാഗമാകുമെന്ന് പറയുന്നു. അതൊക്കെ തന്നെ അൻവറിന്റെ വേർഷനാണ്. അത് UDF നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ UDF അനുകൂലമായി തീരുമാനമെടുത്താൽ ആര്യാടൻ ഷൗക്കത്ത് അത് അംഗീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ പറയേണ്ട കാര്യമല്ല. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ധൃതി പിടിച്ച് അൻവറിനെ ഇപ്പോൾ UDFിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നു. അതുതന്നെ അദ്ദേഹത്തിന്റെ അതൃപ്തിയുടെ സൂചനയാണ്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു, കഴിഞ്ഞ 9 വർഷമായി അവിടെ നിലമ്പൂർ മേഖലയിലെ ആദിവാസി ജനതയുടെയും കർഷകരുടെയും പ്രശ്നങ്ങളിൽ കോൺഗ്രസ് സജീവമായി ഇടപെടുന്നു. താൻ ഉൾപ്പെടെ കാട്ടാന വിഷയത്തിൽ അൻവർ സമരം ചെയ്ത DF ഓഫീസിലേക്ക് സമരം ചെയ്തു. ആ കേസിലെ 1-ാം പ്രതിയാണ് താൻ. അൻവറും സമരം ചെയ്തത് അതേ ഓഫീസിലേക്കാണ്. അതായത് അൻവർ ചെയ്യുന്നതിന് മുൻപ് തന്നെ താനും സമരം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അൻവറിന്റെ സമരത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത് അവിടെ ചെയ്യുന്നത്. പക്ഷേ ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ അൻവർ ഈ സമരമുഖത്തോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മറ്റൊരു വിഷയം കരിമ്പുഴ വന്യജീവി സങ്കേത പ്രഖ്യാപനമാണ്. ആര്യാട മുഹമ്മദാണ് അതിനെതിരെ രംഗത്തുണ്ടായിരുന്നത്. പക്ഷേ അൻവർ MLA ആയ ശേഷം ഇടതുമുന്നണി അധികാരത്തിൽ വരികയും ആ വന്യജീവി സങ്കേതം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അന്നൊന്നും തന്നെ ഇടപെടാതിരുന്ന അൻവർ ഇപ്പോൾ എന്തുകൊണ്ട് ഈ വിഷയങ്ങൾ പ്രതികരിക്കുന്നു? ഏതായാലും പ്രതികരിക്കുന്നത് നല്ലതാണ്, പക്ഷേ പ്രതികരിക്കാൻ വൈകിപ്പോയി എന്നാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ വാദം. വിനീത. ശരി, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.